സ്വർഗസ്നാനയുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ജോൺകുട്ടായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. Your blood shed for me, my hope, eternity. Your grace shown to me gives me life, and now I see your broken body is my healing. Your sinless blood gives my redemption. Your chosen suffering brings perfect life to me. Lord, your sacrifice has made me whole. Through the cross I am forever yours. Your love poured on me with the oil of your spirit, the anointed, breaking fear. I'm alive, I am free, yes. Your broken body is my healing.
I still my soul to remember the cross, where you took all my shame and restored all I lost. Oh, this is a holy moment with you. I open my heart to all you wanna do. I still my soul to remember the cross, where you took all my shame and restored all I lost. Where you took all my shame and restored all I lost. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന റൂബൻ, നദാശ, ലുക്വീന, ഇവാഞ്ചൽ, ആൽബിൻ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറാറുണ്ടല്ലേ. അത് ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും കാരണമാകുന്ന നമ്മുടെ ഭക്ഷണം തന്നെയാണ്. എങ്കിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ, ഈശോ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അത് ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും കാരണമാകാം. ഏത് രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്, ഈശോയെ സ്വീകരിക്കുന്നത് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് വളരെ പ്രത്യേകിച്ച് ഇന്ന് ഈശോയെ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ സ്വീകരിക്കുമ്പോൾ ആരോഗ്യത്തിന് കാരണമാകാൻ, അല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു പുരോഗതിക്ക് കാരണമാകുവാൻ ആകട്ടെ എന്ന് നമുക്കൊരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്കും ഒരു അനുസ്മരണം തന്നെയാണ്. നമ്മളും ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞവരാണ്. അപ്പം ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്സപിച്ച് ഭക്തിയോടുകൂടി ഈ ബലിക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമക്കീതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനം ദൈവമേ താതനമങ്ങൈ വാഴ്ത്തുന്നു, ഏകാത്മജദേവസൂനുവേ
യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ കഥനം ദൈവത്തിൻ സോനവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനീഹന്തവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനീഹന്തവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തേരും നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങുതാനേകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹവായ്പ ചൊരിയണമേ. അങ്ങനെ അങ്ങേ എല്ലാറ്റിനും ഉപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു, ജെറമ്യായെ വധിക്കണം. ഏബദ് മെലേക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനനായ രാജാവേ, ജെറമ്യായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു. 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെറമ്യാ പ്രവാചകനെ മരിക്കുന്നതിന് മുൻപ് കിണറ്റിൽ നിന്ന് കയറ്റുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. കർത്താവെ, എന്നെ സഹായിക്കുവാൻ വേഗം വരേണമേ. കർത്താവേ, എന്നെ സഹായിക്കുവാൻ വേഗം വരേണമേ. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു, നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്
എനിക്ക് അവയെ അറിയാം, അവ എന്നെയും അനുഗമിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേലൊരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും, പുത്രൻ പിതാവിനെതിരായും, അമ്മ മകൾക്കും, മകൾ അമ്മയ്ക്കുമെതിരായും, അമ്മായിയമ്മ മരുമകൾക്കും, മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അപ്പോൾ നമുക്കൊരു ചിന്ത വരും, ഈശോ പറഞ്ഞിരിക്കുന്നത് ഞാൻ സമാധാനത്തിൻ്റെ രാജാവാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് മറ്റൊരു ഭാഗത്തും വരുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഈശോ പറയുന്നുണ്ട്, ഭൂമിയിൽ എന്തിടാൻ വേണ്ടി വന്നു? തീയിടാനാണ് വന്നിരിക്കുന്നത്. എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് കോംപ്ലിക്കേറ്റഡുള്ളൊരു കാര്യമാണ്. ചിലർ പറയും ഈശോ പല സമയത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം തീ കൂടി, അതിൻ്റെ ഇത് കൂടി കഴിഞ്ഞപ്പം കുറച്ച് മാവും ഇലകളൊക്കെ ഒരുമിച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറ്റിയത്? തെങ്ങിൻ്റെ സൈഡ് കത്തിച്ച് പിന്നെ വെള്ളം കൊണ്ട് അണച്ചത്. അപ്പോൾ തീ ഇടുക എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് തീ ഇടുന്നത്? പറമ്പ് വൃത്തിയാക്കാൻ, വേറെ ഒന്നുമില്ല, ശുദ്ധീകരണം ചെയ്യാൻ. ഈ മാലിന്യങ്ങളെല്ലാം കത്തിച്ച്, പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കരുത് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്, ഈ ഇലകളും ഒക്കെ കത്തിച്ചുകൊണ്ട് നമ്മൾ ശുദ്ധീകരണം നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തീ ഇടാറുണ്ട്. ഇതൊരു ഭാഗമാണ്. ഈ തീയിടൽ വഴി നടക്കുന്നത് ശുദ്ധീകരണം നടക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഒരു രൂപാന്തരീകരണം നടക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ലഭിച്ച വിശ്വാസത്തെ നൽകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കാം. രണ്ടാമതായത് എങ്ങനെയാണ് നൽകേണ്ടത്? സംസാരിച്ചിട്ടല്ല, ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുക എന്ന് പറയുകയല്ല, മറിച്ച് എൻ്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കണം ക്രിസ്തു ഭൂമിയിൽ ഇങ്ങനെയായിരുന്നിരിക്കണം ജീവിച്ചിരുന്നെന്ന്. സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവാൻ കനികാമരത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രൻ പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചവനുമായ പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവരും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരി സഹോദരന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ പ്രിയ സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈ തിരുബലിയിൽ ഞങ്ങളിൽ നർപ്പിക്കും കാഴ്ചയെ സ്വീകരിക്കൂ. ഈ തിരുബലിയിൽ ഞങ്ങളിൽ നർപ്പിക്കും കാഴ്ചയെ സ്വീകരിക്കൂ. എൻ മനതാരിലെ നൊമ്പരമെല്ലാം കാഴ്ചയായി ഏകിടുന്നു. എൻ മനതാരിലെ നൊമ്പരമെല്ലാം കാഴ്ചയായി ഏകിടുന്നു.
കത്തിയ തിരികളുമായി അൾത്താര മുൻപിലിതാ, കയ്യിൽ കത്തിയ തിരികളുമായി അൾത്താര മുൻപിലിതാ, താതന്റെ സ്നേഹം തിരിച്ചറിയുന്നൊരു മകനായി മാറ്റേണമേ. താതന്റെ സ്നേഹം തിരിച്ചറിയുന്നൊരു മകനായി മാറ്റേണമേ. ഈ ബലിയിൽ മകനായി വിളിക്കേണമേ. ഈ തിരുബലിയിൽ ഞങ്ങളിന്നർപ്പിക്കും കാഴ്ചയെ സ്വീകരിക്കൂ. എൻ മനതാരിലെ നൊമ്പരമെല്ലാം കാഴ്ചയായി ഏകിടുന്നു. ിനെ തേടിയ സ്നേഹമേ, ഈ പാപിയെ കാണണേ. ആലവിട്ടോടിയ ഈ ഏകാടിനെ ആലയിൽ ചേർക്കേണമേ. ഞങ്ങളിന്നർപ്പിക്കും കാഴ്ചയെ സ്വീകരിക്കൂ. എൻ മനതാ വിലക്കൊമ്പിൻ ചില്ലയുമായി നിത്യധരങ്ങൾ നിശ്ചലമാകരുതേ. ഈ ബലിയിൽ അങ്ങേ സ്തുതിച്ചിടട്ടെ. ഈ തിരുബലിയിൽ ഞങ്ങളിന്നർപ്പിക്കും കാഴ്ചയെ സ്വീകരിക്കൂ. ഈ തിരുബലിയിൽ ഞങ്ങളിന്നർപ്പിക്കും കാഴ്ചയെ സ്വീകരിക്കൂ. എൻ മനതാരിലെ നൊമ്പരമെല്ലാം ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങേ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
നാമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 ഹോസാന. നാമത്തിൽ വരുവോനേ ധന്യനുമാ. ഹോസാന 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 ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോൽ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെന്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ശാന്തി നൽകിയിടേണമേ. കുഞ്ഞാട് ശാന്തി നൽകിയിടേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത മാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. ഈ കുർബാന
ദിവ്യകാരുണ്യം ആ കൊതിയോട് ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. കൂദാശയായ നാവിൽ നീ കുർബാനയായി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശകൾ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്നു ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിനായി താഴ്മയോടെ കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരുവാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരുവാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ. ഒരു കുഞ്ഞു മന്നയായി ഈശോയെ നീ വാഴ
ഒരുക്കണമേ